ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കുറേ നാളത്തെ ഒരു പ്രിപ്പറേഷൻസിന് ശേഷം നമ്മളുടെ LDC പരീക്ഷ അടുത്ത് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ എവിടെ വരെ ആയി എന്നൊക്കെ നിങ്ങൾക്ക് ശരിക്കും വിലയിരുത്തേണ്ട ഒരു സമയമാണ്. കാരണം ഇനി അധിക സമയമൊന്നുമില്ല. ഒരു 30-35 ദിവസം കൂടി ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു ടൈമേ നമുക്ക് ഇപ്പോഴുള്ളൂ. അപ്പോൾ LDC പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോടായി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ LDC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നിങ്ങളിപ്പോൾ ഇത്രയും ദിവസത്തെ നമ്മുടെ പ്രിപ്പറേഷൻസ് നോക്കിയാൽ, ഇപ്പോൾ സൈലം വഴിയാണെങ്കിലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് പോലെയുള്ള സ്കോറിംഗ് പേപ്പറുകളിൽ കുറേയധികം കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടാവുക. ഒപ്പം നമ്മളുടെ ബോണസ് സബ്ജക്റ്റുകളായിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള മറ്റ് സബ്ജക്റ്റുകൾക്കുമുണ്ട്. ഇനി എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതാണ് ക്രൂഷ്യൽ. അതായത് ഏതൊരു ഓട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിൻ്റെ ഓട്ടം തുടങ്ങുമ്പോഴും ഏറ്റവും അവസാനമുള്ള സമയത്തെ അദ്ദേഹത്തിൻ്റെ ഊർജ്ജത്തെ അടിസ്ഥാനമാക്കിയാണ് വിജയം തീരുമാനിക്കപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ഒരു ഓട്ടക്കാരൻ ഓട്ടം തുടങ്ങുമ്പോൾ നല്ല എനർജിയിൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇതിനിടയിലുള്ള സമയത്ത് എന്തെങ്കിലും പറ്റിപ്പോയോ, എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്നുള്ളതല്ല. അവസാന നിമിഷം തന്നോടൊപ്പം ഓടുന്നവരെക്കാൾ എത്രയധികം ഊർജ്ജത്തിൽ ഓടി തൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ കഴിയുന്നു എന്നതാണ് ഒരു ഓട്ടക്കാരൻ നോക്കുന്നത്. അതുതന്നെയാണ് ശരിക്കും ഒരു ഉദ്യോഗാർത്ഥിയും എപ്പോഴും ഇതുപോലെയുള്ള ഒരു മത്സര പരീക്ഷകളിൽ ചെയ്യേണ്ട കാര്യവും. ഇനി നമ്മളുടെ അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള നമ്മളുടെ സമയത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് കൃത്യമായ പ്രിപ്പറേഷൻസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ലക്ഷ്യം വെച്ചുകൊണ്ട്, ഒരുപക്ഷെ LDCയെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം, ഒരൊറ്റ പരീക്ഷ കൊണ്ട് തന്നെ നേരിട്ടൊരു സർക്കാർ ജോലി നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവസാനത്തെ നിമിഷത്തെ ഈ ഫൈനൽ പോയിന്റിൽ നിങ്ങളുടെ സ്റ്റഡീസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതെങ്ങനെ പഠിക്കാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ലാസ്റ്റ് നിമിഷങ്ങളിൽ പ്രധാനമായും ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ ചെയ്യേണ്ട കാര്യം പരമാവധി ചോദ്യോത്തരങ്ങളെ കാണുക എന്നുള്ളതാണ്. പരമാവധി പ്രാക്ടീസ് പരീക്ഷകൾ എഴുതാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ മുൻകാല ചോദ്യങ്ങളെ പരിചയപ്പെട്ടുകൊണ്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഓരോ സബ്ജക്റ്റുകളിലും ഫോക്കസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നത് ഓരോ ഉദ്യോഗാർത്ഥിയും കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായി ആ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത്. ചിലപ്പോൾ ഒക്കെ നമ്മൾ ഈ എക്സാംസൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റുഡൻസൊക്കെ വന്ന് പറയാറുണ്ട്, സാർ ഈ പോർഷൻസൊക്കെ പഠിച്ചിരുന്നു, പക്ഷേ ചില സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് പഠിച്ചിരുന്നതെന്ന് തോന്നുന്നില്ല, അത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PSC നമ്മളോട് കൃത്യമായി പറയുന്ന കുറേ കാര്യങ്ങളിലൊന്നാണ് നമുക്ക് SCERT പുസ്തകങ്ങളോടുള്ള നമ്മുടെ അടുപ്പം എത്രത്തോളം ഉണ്ട് എന്ന് എപ്പോഴും PSC പരീക്ഷകൾ അല്ലെങ്കിൽ PSC നമ്മളെ എപ്പോഴും വാല്യുവേറ്റ് ചെയ്യുന്നതാണ്. ഈ SCERT പുസ്തകത്തോട് ഉദ്യോഗാർത്ഥി എത്രത്തോളം അടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന SCERT പുസ്തകത്തിൽ നിന്നും ഒരു മത്സര പരീക്ഷാ രംഗത്തേക്ക് ഈ കുട്ടി എത്രത്തോളമുള്ള തയ്യാറെടുപ്പുകൾ നടന്നിട്ടുള്ളൂ എന്ന് പാറ്റേണിലുള്ള ചോദ്യങ്ങൾ, പ്രധാനമായും അത്തരം ചോദ്യങ്ങൾ വരാറുള്ളത് ഇപ്പോൾ ഹിസ്റ്ററി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സുപ്രധാന നിയമങ്ങൾ, ഇങ്ങനെയുള്ള ഭാഗത്ത് നിന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്തരം ഫോക്കസ് പോയിൻ്റാണ്. നമ്മൾ SCERT പുസ്തകത്തെ പരിചയപ്പെട്ട സയൻസ് പോലുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ പ്രാധാന്യം അതാണ്. നമ്മൾ എത്രത്തോളം SCERT പുസ്തകങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നോക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെന്തായാലും ഒരു ലാസ്റ്റ് ലാപ്പിൽ നിൽക്കുന്നവരാണ്. ഈ സമയത്ത് നമ്മളൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ CID മൂസയിൽ ബോംബ് വയ്ക്കുമ്പോൾ പീതാംബര സാറെ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബിന്ദു പണിക്കർ ഓടുന്ന പോലെ, ഓരോ സാധനങ്ങൾ എടുത്താൻ ഓടുന്ന പോലെ ഒരുപാട് വാസ്റ്റായിട്ട് കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട സമയമല്ല. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കാനുള്ളൊരു സമയമാണിത്. ഇതുവരെ പഠിച്ചത് കൃത്യമായി തീർക്കുക. അപ്പോൾ ചിലർക്ക് തോന്നും, സാർ സിലബസ് ഒന്നും ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല, അതെന്ത് ചെയ്യാമെന്നുള്ളത്. അതിനുള്ള സമയം എന്തായാലും നിങ്ങൾക്ക് ഇപ്പോഴുണ്ട്. നിങ്ങൾക്ക് ഇനി ഫിനിഷ് ചെയ്യാനുള്ള ഇത്. പക്ഷേ പരീക്ഷയ്ക്ക് മുമ്പ് ഏതൊരു ഉദ്യോഗാർത്ഥി, ഇപ്പോൾ നിങ്ങൾ മുൻകാലത്തൊക്കെ നമ്മുടെ റാങ്ക് പട്ടികയിലൊക്കെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയൊക്കെ എടുത്ത് സംസാരിച്ചാൽ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ പഠനം കൊണ്ടുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അവർ പറയുന്നൊരു കാര്യമുണ്ട്. പരീക്ഷയ്ക്ക് മുൻപായിട്ട് തന്നെ അവർ പഠിച്ച കാര്യങ്ങൾ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് അന്ന് അടുക്കി പെറുക്കി വെക്കാനായിട്ട് കൃത്യമായിട്ട് ഇത്തരം ഉദ്യോഗാർത്ഥികൾ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിജയിച്ചവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് മുന്നോടിയായി തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി ഒന്ന് അടുക്കി പറക്കി വെക്കാനുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്തിരിക്കണം.
പിന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, സ്കോറിംഗ് പേപ്പറുകളായ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ഏതാണ്ട് 30 മാർക്കോളം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ. ആ 30 മാർക്ക് തന്നെ പരിപൂർണമായും നിങ്ങൾ കൃത്യമായി ശ്രമിക്കുന്ന, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതേ പാറ്റേണിലുള്ള പുതിയ ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പാണ് ഈ 30 മാർക്കിൽ ഒരു 28 അല്ലെങ്കിൽ 25 മുതൽ 28 മാർക്ക് വരെ സുഖമായി, ഞാൻ 30 മാർക്ക് എന്ന് പറഞ്ഞിട്ടില്ല, 25 മുതൽ 28 മാർക്ക് വരെ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. പിന്നെ നമ്മൾ ഇത്രയും ദിവസം പഠിച്ചു വന്ന നമ്മളുടെ കോഴ്സുകളിലൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങളുടെ പുതിയ മെറ്റീരിയലുകളിലൂടെ ആയിക്കോട്ടെ, പരിചയപ്പെട്ടു വന്ന ആനുകാലിക ചോദ്യങ്ങൾ എന്നുള്ളതാണ്. അതിനേതാണ്ട് 20 മാർക്കോളം നമുക്ക് ആനുകാലിക ചോദ്യങ്ങൾക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ആനുകാലിക ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്താണ് എല്ലാം കിട്ടണമെന്നില്ല. പക്ഷേ മാത്സ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, കൃത്യമായി പഠിച്ചിട്ടുള്ളവർക്ക് ഒരേ പാറ്റേണിൽ, കാരണം കഴിഞ്ഞ ഒരു 5 വർഷത്തെ ചോദ്യപേപ്പറുകൾ എടുത്തു നോക്കിയാൽ ഒരു പുതിയ രീതിയിലുള്ള ചോദ്യം എന്നുള്ളതൊന്നും പറയാനായിട്ട് നമുക്ക് എടുത്തു പറയത്തക്കതായിട്ടൊന്നും ഇല്ല. പക്ഷേ ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ടും ഈ പരീക്ഷയിൽ ആ ഒരു മാർക്ക് സ്വന്തമാക്കാൻ കഴിയും. പിന്നീട് നമ്മുടെ ഈ ബോണസ് സബ്ജക്റ്റുകൾ എന്നുള്ളത്, അതായത് പരമാവധി ക്ലാസ് റൂമുകളിൽ തന്നെ പഠിച്ചു തീർക്കണമെന്നൊക്കെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഹിസ്റ്ററി പോലെയുള്ള, ജോഗ്രഫി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ പരമാവധി എന്ത് ചെയ്യുക, കുറച്ച് മാർക്കുകളൊക്കെ ഉള്ളൂ. അപ്പോൾ അതിനെ പരമാവധി ബോണസ് സബ്ജക്റ്റുകളാണ്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പോയിന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയമാണ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെ നിൽക്കാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ ഏറ്റവും നന്നായി നിൽക്കുന്നത്, ചിലർക്ക് സയൻസ് ആയിരിക്കും എളുപ്പം, ചിലർക്ക് ഹിസ്റ്ററി ആയിരിക്കും എളുപ്പം, ചിലർക്ക് ജോഗ്രഫി ആയിരിക്കും, ചിലർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ ഇപ്പോൾ പിക്ക് ചെയ്യണം, അതിലായിരിക്കണം നിങ്ങളുടെ, അതായത് ബോണസ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്ന ഏതൊരു വിഷയത്തെയും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയുന്ന വിഷയത്തെ കയ്യിലെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് എപ്പോഴും വരുന്ന ഒരു ഭാഗം ഇക്കണോമിക്സ് ആണ്. എക്കണോമിക്സിലെ ചോദ്യങ്ങൾ വളരെ, കാരണം അത് കൃത്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രം എന്ന പുസ്തകത്തെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സത്യത്തിൽ അതൊരു ബുദ്ധിമുട്ടാകേണ്ട കാര്യമില്ല. പക്ഷേ എപ്പോഴും നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് വൈസിൽ വരുമ്പോഴും എല്ലാവരും ബുദ്ധിമുട്ട് പറയുന്നൊരു വിഷയം എക്കണോമിക്സ് വിഷയം തന്നെയാണ്. പക്ഷേ അതിലും നിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ടതില്ല ഈ ഒരു പാറ്റേണിൽ പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മളെപ്പോഴും മെറ്റീരിയൽസ് ഓറിയൻറ്റഡ്, അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയലാണ് നമുക്കറിയാം. നമ്മുടെ സൈലം PSC തന്നെ 13 ബുക്ക്ലെറ്റുകൾ അടങ്ങുന്ന ഒരു റാങ്ക് ഫയൽ ഏറ്റവും വിജയകരമായി തന്നെ നമുക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം കിട്ടിയ ഒരു മെറ്റീരിയലായിരുന്നു ഞങ്ങളുടെ LDCയുടെ ഈ റാങ്ക് ഫയൽ എന്നുള്ളത്. കാര്യം ഇതിനകത്തെ ഏറ്റവും പ്രധാനമായ ഒരു പ്രത്യേകത കണ്ടത്, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളായ അല്ലെങ്കിൽ ഇത് വാങ്ങിയിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് പോയിന്റുകൾ, വാസ്റ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായൊന്നുമില്ല. പരീക്ഷയ്ക്ക് വേണ്ടുന്ന വളരെ വസ്തുതാപരമായിട്ടുള്ള വേണ്ടുന്ന പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ 13 പുസ്തകങ്ങൾ, 13 ബുക്ക്ലെറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന റാങ്ക് ഫയൽ നമ്മൾ പുറത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ സൈലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റാങ്ക് ഫയൽ വലിയ വിജയകരമായ ഒന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് നിങ്ങൾക്കൊന്നുകിൽ സൈലം സ്റ്റോറിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സൈലത്തിൻ്റെ ഓഫ്ലൈൻ ക്യാമ്പസുകൾ വഴി നിങ്ങൾക്ക് ഈ പറയുന്ന മെറ്റീരിയൽ, അതായത് സൈലത്തിൻ്റെ ഈ റാങ്ക് ഫയൽ എന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം അവസാന നിമിഷത്ത് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്കും തുടക്കം മുതൽ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു നമ്മുടെ സൈലത്തിൻ്റെ ഈ 13 പുസ്തകങ്ങളടങ്ങുന്ന നമ്മുടെ റാങ്ക് ഫയൽ എന്നുള്ളത്. കാര്യം വളരെ വേണ്ടുന്ന പോയിന്റുകൾ മാത്രമേ, അതുമാത്രമല്ല അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് കൺഫ്യൂസിങ് ഫാക്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ്, നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വളരെ സ്പെസിഫിക് പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത ഒരു ബുക്ക്ലെറ്റ്സ് ആയിരുന്നു നമ്മുടെ ഈ 13 ബുക്കുകൾ അടങ്ങുന്ന നമ്മുടെ റാങ്ക് ഫയൽ എന്നുള്ളത്. അപ്പോൾ ഇത് വാങ്ങുവാൻ ഇനിയും ആഗ്രഹമുള്ള, അതായത് ലാസ്റ്റ് ലാപ്പിൽ ഒന്നുകൂടി ശ്രമിക്കാൻ നിൽക്കുന്ന, അവസാന ഓട്ടത്തിൽ അവസാന ലാപ്പിൽ വിജയിക്കാൻ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത്. നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലം ഓഫ്ലൈൻ ക്യാമ്പസിൽ നിന്ന് വാങ്ങാം. അപ്പം ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങാനുള്ളവരുടെ ലിങ്ക് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. അപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ ഒരുപാട് വൈകരുത്, വളരെ വേഗം വേണം, സമയം വളരെ കുറച്ചേ നമുക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത്തവണ ഈ ഒരൊറ്റ പരീക്ഷയിൽ നേടാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു സർക്കാർ ജോലി LDC എന്ന പരീക്ഷ നിങ്ങൾക്ക് കിട്ടട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്